സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് ബാബായുടെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായുടെയും അവരുടെ സഹശുശ്രൂഷകളുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ വൈദികാർത്തിക്ക് വേണ്ടി കർത്താവേ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വയം ഇഷ്ടപ്പെട്ടത് ദിനം അങ്ങയെ ഗമിക്കുവാനും എല്ലാവരും അങ്ങയെ തീവ്രമായി സ്നേഹിക്കുവാനും ബ്രഹ്മചര്യം വഴി സമ്പൂർണമായി അങ്ങേക്ക് ആത്മാർപ്പണം ചെയ്യുവാനും ദരിദ്രനായി തീർന്ന അങ്ങയെ അനുകരിച്ച് ലളിത ജീവിതം നയിക്കുവാനും മാർഗം വിധേയനായി സഭാസേവനം അനുഷ്ഠിക്കുവാനും ലോകത്തിലേക്കും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും അങ്ങയുടെ ശിഷ്യന്മാരുടെ അടയാളമായ സഹോദര്യം പുലർത്തുവാനും ശാന്തനും വിനീതഹൃദയനുമായ അങ്ങയിൽ നിന്ന് പഠിക്കുവാനും നല്ലയിടയനായ അങ്ങയെ പോലെ അച്ചകണത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്യുവാനും അങ്ങയുടെ ജീവൻ സമൃദ്ധമായ എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനും ക്രൂശിതനായ അങ്ങയെ പ്രസംഗിക്കുന്നതിൽ അഭിമാനം കൊള്ളുവാനും ലോകം മുഴുവനും അങ്ങയുടെ സുവിശേഷ ദീപ്തി പരത്തുവാനും എല്ലാവരെയും അങ്ങേക്കായി നേടുവാനും എല്ലാവർക്കും എല്ലാമായി തീരുവാനും ലോകത്തിനെങ്കിലും ലോകത്തിൻ്റെതാകാതെ ജീവിതം നയിക്കുവാനും കാണാതെ പോയ ആടുകളെ തേടിപ്പിടിക്കുവാനും അങ്ങയുടെ അജഗണത്തിൽ ഉൾപ്പെടാത്തവയെയും നല്ലയിടയനായ അങ്ങയുടെ പക്കലേക്ക് ആനയിക്കുവാനും ക്ലേശിതർക്കും ദുഃഖിതർക്കും നല്ല സമരിയാക്കാനായി തീരുവാനും അവശതയും അനീതിയും അനുഭവിക്കുന്നവരെ ഉദ്ധരിക്കുവാനും അങ്ങയുടെ നാമത്തെ പ്രതി സഹിക്കേണ്ടി വരുമ്പോൾ അതിനാനന്ദം കൊള്ളുവാനും ലോകത്തിൽ അങ്ങേക്കുള്ളവരെ അവസാനം വരെ സ്നേഹിക്കുവാനും നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. അങ്ങ് ഈ ദാസന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിരിക്കണമേ. സഭാ ശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്തുവാനും അങ്ങയോടുള്ള വിശ്വസ്തതയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാനും ഇയാൾക്ക് കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്ക്. 122 സങ്കീർത്തനമാണ് അടുത്തു വരുന്ന കാനവന പ്രാർത്ഥനയിൽ നാം ചൊല്ലുന്നത്. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. കർത്താവേ, ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്ക് എന്ന പോലെയും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ നേർക്ക് എന്ന പോലെയും ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവരെ ഞങ്ങളുടെ ദൃഷ്ടികൾ അങ്ങയെ തൊഴിൽ നോക്കിയിരിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ അപമാനം സഹിച്ചു മടുത്തു. ആക്ഷേപങ്ങളുടെ പരിഹാസവും അധികാരികളുടെ നിന്ദനവും കൊണ്ട് ഞങ്ങളുടെ ആത്മാവ് തളർന്നു.
പിതാവിനെ പുത്രന്റെ പരിശുദ്ധാത്മാവിനെ സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. കർത്താവായ ദൈവമേ, നിർമ്മലരായ ആത്മാക്കളെ നിഗൂഢമായി പ്രകാശിപ്പിക്കുകയും സജ്ജീകൃതമായ ദീപങ്ങളിൽ ശുദ്ധതയുടെ പ്രകാശരശ്മികൾ പരസ്യമായി ഉജ്ജ്വലിപ്പിക്കുകയും പൗരോഹിത്യത്തിന്റെ സുദൃഢമായ പ്രഭയാൽ അങ്ങയുടെ മുമ്പാകെ വിനയപൂർവ്വം പ്രണമിക്കുന്ന അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കണമേ. സന്നദ്ധതയോടെ അങ്ങയുടെ ദാനം സ്വീകരിക്കുവാനും തിളങ്ങുന്ന മാണിക്യം പോലെ അങ്ങയുടെ പ്രകാശത്തെ വിസ്മരണീയമാവിധം സ്വീകരിക്കുവാനും അധികാരപൂർവ്വം അത് മറ്റുള്ളവരെ ചൊരിയുവാനും അങ്ങയുടെ കൃപയാൽ ഇയാളെ യോഗ്യരാക്കണമേ. പൗരോഹിത്യ ധർമ്മം ശ്രദ്ധാപൂർവ്വം നിർവഹിക്കുവാനും ദിവ്യരഹസ്യങ്ങൾ നിർമ്മലമായി പരികർമ്മം ചെയ്യുവാനും ഇയാൾക്ക് വരം നൽകണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹായുടെ ശുശ്രൂഷ പൗരോഹിത്യം ഈ ദാസനേകുവാനായി പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ എന്ന ഹൃദയസ്പർശിയായ പ്രാർത്ഥനാ ഗാനമാണ് തുടർന്ന് ആലപിക്കുന്നത്. പൗരോഹിത്യം പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലാതെ മറ്റാർക്കും ഈ കൃപ ലഭിക്കില്ലെന്ന് തിരുവചനം സാക്ഷിക്കുന്നു. മിശിഹായുടെ ബലിയർപ്പിക്കാൻ, ദുഃഖിതരെ പരിരക്ഷിക്കാൻ എന്നിങ്ങനെ പുരോഹിതൻ അനുഷ്ഠിക്കേണ്ട വിവിധ കർത്തവ്യങ്ങളെ അനുസരിച്ചുകൊണ്ട് അവരുടെ വിശ്വസ്തമായ നിർവഹണത്തിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ധാരാളം നൽകണമേ എന്ന് ആരാധന സമൂഹം ഏകസ്വരത്തിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും കൊണ്ടുകുത്തിരുന്നുകൊണ്ട് പുറമെയുള്ളവർക്ക് എഴുന്നേറ്റുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം.
അംശവഴിയും അധികാര ചിഹ്നങ്ങൾ വഴിഞ്ഞ് അഭിമന്യനാവ് പുരോഹിതാർത്ഥിയെ സമീപിക്കുന്നു. പുരോഹിതാർത്ഥി ഇരുമുട്ടുകളും കുത്തി കൈകൾ യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. രണ്ട് മുട്ടുകൾ കുത്തുന്നത് രണ്ടു ധാന്യങ്ങൾ അഥവാ രണ്ടു നാണയങ്ങൾ സ്വീകരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. ബലിയർപ്പിക്കുക, പാപവിമോചനമായ മാമോദീസ നൽകുക എന്നീ രണ്ട് പുരോഹിത കർത്തവ്യങ്ങളെയാണ് രണ്ടു നാണയങ്ങൾ സൂചിപ്പിക്കുന്നത്. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വിളിക്കുവാനും ആശീർവദിക്കുവാനും ആധ്യാത്മിക സന്താനങ്ങളെ ജനിപ്പിച്ച് അവരെ ദിവ്യമോചനം കൊണ്ട് പോറ്റുവാനും അധികാരവും കൃപാവരവും ലഭിക്കുന്നതിന് കാണിക്കുവാനാണ്. ഈ ദിവ്യകർമ്മം നിർവഹിക്കുവാനും അഭിവൃദ്ധിയെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ പിതാവായ ദൈവത്തിന്റെ സമൃദ്ധിയോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടി എപ്പോഴും നമ്മോടൊത്തുണ്ടായിരിക്കട്ടെ. ഭയഭക്തിജനകവും ഉന്നതവുമായ ശുശ്രൂഷ ബലഹീനരായ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പട്ടം നൽകിയ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനമായ ഭാഗത്ത് നാം എത്തിക്കഴിഞ്ഞു. തുടർന്ന് നടക്കുന്ന രണ്ട് കൈവപ്പ് പ്രാർത്ഥനയോടുകൂടി നാം ഏവർക്കും പ്രിയങ്കരനായ ശിരസാണ് തോമസ് വെള്ളക്കണക്കിൽ മിശിഹായുടെ പുരോഹിതനാകാൻ യോഗ്യനാവുകയാണ്. അഭിവൃദ്ധിനാവും ഇടതുകരം യാചനരൂപത്തിൽ നേരിട്ടിരിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവെ ഇറങ്ങിയ യാചനയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വലതുകരം പൗരോഹിത്യം സ്വീകരിക്കുന്ന ആളുകളെ ഉയർത്തിപ്പിടിക്കുന്നു. സത്യാത്മാവ് ദൈവിക ദാനങ്ങളെ ഭക്ഷിക്കട്ടെ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. തനിക്ക് ലഭിച്ചിരിക്കുന്ന സൈനിക അധികാരം ഉപയോഗിച്ച് സഭയിൽ വൈദികനാകാൻ താൻ സമർപ്പിക്കുന്ന വ്യക്തിയെ പരിശുദ്ധാത്മാവിന്റെ ആവാസത്താലും പൗരോഹിത്യ ശുശ്രൂഷയുടെ നടപടി പരിപൂർണനാക്കണമേ എന്ന് അഭിവന്ദിതാവ് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, അവർണ്ണനീയമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവിക ദാനങ്ങളുടെ മധ്യസ്ഥനായി അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, പൗരോഹിത്യ ശുശ്രൂഷയുടെ കൈവയ്പ് വഴി ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സൈനിക താല്പര്യം അനുസരിച്ച് അങ്ങയുടെ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഇയാളുടെ മേൽ ഇറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതന്റെ കന്യയാലും അനുഗ്രഹിക്കത്താലും ഇയാൾക്ക് ഏൽപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണനാക്കട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവിന്റെ ഭൗതിക ശരീരമായ തിരുസഭയിലെ ജനത്തിനു വേണ്ടിയാണ് പുരോഹിതൻ അഭിഷിക്തനാകുന്നത്. അതുകൊണ്ട് വൈദികാർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അർഹതയാകും വിശ്വാസികളുടെ സമൂഹത്തോട് നടക്കുന്ന അഭ്യർത്ഥനയാണ് തുടർന്ന് നടക്കുന്നത്. ദൈവത്തോട് അനുഗ്രഹം യാചിക്കുകയും ദൈവത്തിന്റെ സഭയിലുള്ളതിനായി പട്ടം നൽകപ്പെടുവാൻ നിയുക്തനായിരിക്കുന്ന ശംശാനം തോമസ് വെള്ളത്തായ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും. പട്ടം നൽകൽ ശുശ്രൂഷയിലെ രണ്ടാമത്തെ കൈവപ്പ് ശുശ്രൂഷയാണ് അടുത്തതായി നടക്കുവാൻ പോകുന്നത്. സത്യവചനം പ്രസംഗിക്കുവാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് അവരെ സുഖപ്പെടുത്തുവാനും പാപം മോചിക്കാനുമുള്ള അധികാരം നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ അവസാനം വൈദികാർത്ഥിയെ ഊഷ്മ ചെയ്ത് സമർപ്പിക്കുന്നതോടുകൂടി
അപ്പസ്തോലിക പാരമ്പര്യം വഴി കർത്താന്മാർക്കുള്ള സൈനിക അധികാരം ഉപയോഗിച്ച് അഭിമന്യ പിതാവ് മിശിഹായെ തിരഞ്ഞെടുക്കപ്പെട്ട തോമസ് ശംശാനിയെ പൗരോഹിത്യ പദവി നൽകുന്നു. ഈ മഹനീയവും പരിപാലനവുമായ വിഷയത്തിൽ മനസ്സിൽ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് ബലഹീനങ്ങളായ മനുഷ്യകാര്യങ്ങളിൽ ഇത്ര മഹനീയമായ നിക്ഷേപം വെച്ചിരിക്കുവാൻ തിരുമനസ്സായ പരമകാരുണ്യനായ ദൈവത്തിന് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, സർവശക്തനായ ദൈവമേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും അവയുടെ സകലത്തിന്റെയും സൃഷ്ടാവേ, അങ്ങ് തിരുസഭയെ തെരഞ്ഞെടുക്കുകയും വിശുദ്ധയുടെ തികവിനും ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാകാലത്തിന് നിർവഹിക്കുമായി അതിൽ പ്രവാചകന്മാരെയും സ്ത്രീകന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവലോക രാജാവേ, അങ്ങയുടെ ദാസനെ തൃക്കൺപാർക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തെരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിന്റെ വചനം പ്രസംഗിക്കുന്നവരുടെ വരം ഇയാൾക്ക് നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസ്സാക്ഷിയോടും കൂടെ അങ്ങയുടെ വിശുദ്ധ മധുബഹായി ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്ര സ്വീകാര്യത്തിന്റെ പാദഭാഗത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിന് വേണ്ടി പാപമോചകമായ മാമോദീസത്തൊക്കെ അങ്ങയുടെ കാരുണ്യത്തിന്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും അങ്ങയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യ പ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ തിരുമുമ്പിൽ ഇയാൾ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവദനായിരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതന്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിന്റെ പ്രശസ്തിജനകമായ സിംഹാസനത്തിന് മുമ്പാകെ പ്രത്യാശയോടെ നിൽക്കുന്നതിന് വേണ്ടി ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സൈനികമായ കൈവെപ്പ് വഴി തോമസ് ശംശാന മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് വൈദികനായി തീർന്നിരിക്കുന്നു. ഇതുവരെ ധരിച്ചിരുന്ന ശംശാനയുടെ ഔദ്യോഗിക വസ്ത്രങ്ങൾ മാറ്റി തൽസ്ഥാനത്ത് പുരോഹിതന്റെ തിരുവസ്ത്രങ്ങൾ കാർമ്മിക അദ്ദേഹത്തെ അണിയിക്കും. ധരിച്ചിരിക്കുന്ന കുത്തിയ സത്യജ്ഞാനം വഴി ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനായി തീർന്നതിന്റെ അടയാളമാണ്. അതിന് മുകളിൽ ധരിക്കുന്ന സൂനായ അരക്കെട്ട് കർത്താവിന്റെ ശുശ്രൂഷയിൽ നിന്നും പൂർണ്ണ വിശുദ്ധിയോടെ നിലനിൽക്കുവാൻ ശുദ്ധതയാകുന്ന സുഹൃതം കൊണ്ട് പ്രവർത്തിക്കുന്നതിന്റെ അടയാളമായി നിലകൊള്ളുന്നു. കരങ്ങളിൽ അണിയിക്കുന്ന സന്ധ്യ പുരോഹിതന്റെ കരങ്ങളിലൂടെ പരികർമ്മം ചെയ്യപ്പെടുവാൻ പോകുന്ന ദിവ്യരഹസ്യങ്ങളുടെ മഹനീയതയെ കുറിക്കുന്നു. കഴുത്തിന് ചുറ്റും ധരിക്കുന്ന ഉദാഹരണം പരിശുദ്ധിയുടെയും നിർമ്മലതയുടെയും പ്രതീകവും പൗരോഹിത്യ ശുശ്രൂഷയുടെയും അധികാരത്തിന്റെയും ഏറ്റവും സവിശേഷവുമായ അടയാളവുമാണ്. ഏറ്റവും പുറമെ ധരിക്കുന്ന കാമ നീതിയുടെ വസ്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും തീക്ഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. ദൈവവചനം പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും അധികാരപ്പെടുത്തുന്നതാണ് പൗരോഹിത്യം. ഇത് സൂചിപ്പിക്കുവാൻ അഭിമുഖീകരണം നവവൈദികന് സുവിശേഷകത്വം നൽകുന്നു. തുടർന്ന് നവവൈദികനെ നെറ്റിയിൽ ഘോഷണം ചെയ്യുകയും തനിക്കുള്ള സ്നേഹവും വാത്സല്യവും പ്രകടമാക്കുവാൻ അദ്ദേഹത്തിന്റെ ശിരസിൽ ചുംബിക്കുകയും ചെയ്യുന്നു. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും
ഈശോയുടെ സുവിശേഷം എന്റെ ജീവിത നിയമവും ആയിരിക്കട്ടെ. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി തോമസ് പള്ളത്താക്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ അനന്ത സ്നേഹത്താൽ ദൈവജനത്തെ പഠിപ്പിക്കുന്നതിനും നയിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനുമായി നമ്മുടെ ഇടവകയിൽ നിന്ന് ഒരാൾ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ദൈവം കാണിച്ച അതിന്റെ സ്നേഹത്തിന് അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുകയും ഈ മഹാദാനം സ്വീകരിച്ച വ്യക്തിയിൽ ദൈവാനുഗ്രഹം നിരന്തരമായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയുമാണ് അടുത്തു വരുന്ന പ്രാർത്ഥനാ ഗാനത്തിലൂടെ. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ഹൃദയന്മാരുടെ ആവശ്യം അവിടുന്ന് സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെല്ലാം കർത്താവ് പരിപാലിക്കും, ദുഷ്ടരെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. എന്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും. ജീവജാലങ്ങളിൽ നിന്നും അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കും. പരിശുദ്ധാത്മാവിനെ സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കരുണാസമ്പന്നനായ ദൈവം തോമസ് അച്ഛനെ തന്റെ ബലിപീഠത്തിന്റെ ശുശ്രൂഷകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവിന്റെ ബലിപീഠത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണം കാണിക്കുവാൻ നവവൈദികൻ അർക്കദിയാത്രയാൽ നയിക്കപ്പെട്ട് ആദ്യം ബലിപീഠത്തിന്റെ വലതുവശവും
മുൻപന്തി പിതാവിന്റെ മുന്നിൽ മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ കരം ചുംബിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുന്നു. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാന്നിധ്യം ലഭിക്കും. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ നീക്കി പൂർണ്ണനാക്കട്ടെ. സമാധാന പ്രാർത്ഥനകളിലായി നമ്മളെല്ലാവരും എഴുന്നേൽക്കുക. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗവാസികളിൽ നിന്ന് സ്തുതിയും ഭൂവാസികളിൽ നിന്ന് പുകഴ്ചയും ആകാശത്തിലും ഭൂമിയിലും അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിലും നിന്ന് ആരാധനയും മഹത്വവും അങ്ങേക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ ആയുഷിന് കാരണബോധനും ഞങ്ങളുടെ വംശത്തെ സമനമാക്കുന്നവരും അങ്ങാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മനസാക്ഷിയെ പവിത്രീകരിക്കുകയും ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. കർത്താവേ, സകല വിശുദ്ധ അപേക്ഷകളാൽ സകല നന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിന്റെയും സഹായവും ആരാധ്യമായ തൃത്വത്തിന്റെ ഗൂഢവും സുദൃഢവുമായ ശക്തിയും അങ്ങയുടെ ബലഹീനരായ ആരാധകരുടെ മേൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ശക്തിയും ദിവ്യസഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധയും അനുഗ്രഹീത മാതാവും കൃപാരപൂർണ്ണയും ഭാഗ്യവതിയുമായ മറിയത്തിന്റെ പ്രാർത്ഥനയും നീതിമാനായ മറിയോസേപ്പിന്റെയും സ്നാപയോഹനാന്റെയും അപേക്ഷയും എപ്പോഴും നിങ്ങൾക്ക് സഹായമായിരിക്കട്ടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിശുദ്ധ സ്ത്രീകന്മാരുടെയും സുവിശേഷകന്മാരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരുടെയും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രഘോഷകരായ വിശുദ്ധ യോദ്ധാക്കളുടെയും യാതനകളും നിരന്തരം നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ഭാരതത്തിലെ അപ്പോസ്തലനും ഞങ്ങളുടെ പിതാവുമായ തോമസ് ശ്ലീഹായുടെ വിശ്വാസ തീഷ്ണതയും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങൾ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രഥമ വേദസാക്ഷിയായ മാർ എസ്തഫാനോസിന്റെയും പൗരസ്ത്യ ഗുരുക്കന്മാരായ മാർ അക്കായുടെയും മാർ മാറിയുടെയും മാർ യാക്കോബിന്റെയും മാർ ഗിവർഗീസിന്റെയും മാർ കുര്യാക്കോസിന്റെയും മറ്റു വേദസാക്ഷികളുടെയും മാർ അപ്രേമിന്റെയും മാർ മറ്റു മൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും വിശുദ്ധ അൽഫോൻസാമിയുടെയും
ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥരെയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അനന്തമായ കൃപയാൽ നിന്നെ പരിപൂർണനാക്കട്ടെ. തന്റെ ജനത്തെ യഥായോഗ്യം ഭരിക്കുന്നതിന് അവിടെ നിന്നെ ശക്തനാക്കട്ടെ. പൗരോഹിത്യത്തിന്റെ മകനെ മുദ്ര പതിച്ചിരിക്കുന്ന നിന്റെ ഹൃദയം എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തന്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിന്റെ മകനീയ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്കുള്ള തിരിച്ചറിയുവാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും അധികാരികളെയും പരിശീലകരെയും ഒപ്പം സഹായിച്ചവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം പ്രഭാവങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മിശിഹായുടെ പൗരോഹിത്യത്തിൽ തന്നെ പങ്കുകാരാക്കിയ അഭിവന്യ പിതാവിനോട് തനിക്കുള്ള നന്ദിയും സ്നേഹവും പ്രകടമാക്കുവാൻ നവവൈദികൻ അഭിവന്യ പിതാവിന് കത്തിച്ചെത്തിയെ നൽകുന്നു. ചുറ്റും പ്രകാശം കരുതുന്ന ഈ തിരി പോലെ ദൈവത്തിനും ദൈവജനത്തിനുമായി ഇതിന് തീരുമാനമുള്ള സന്നദ്ധതയാണ് നവവൈദികരുടെ വ്യക്തമാക്കുന്നത്. നമുക്കും നവവൈദികരോട് ചേർന്ന് അഭിവന്യ പിതാവിന് നന്ദി പറയാം. തിരുവചന സന്ദേശം ശ്രമിക്കാൻ നമുക്കെല്ലാവർക്കും ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് സഹകാർമ്മികരായിരുന്ന പ്രിയമുള്ള വൈദികരെ, നവാഭിഷിക്തനായ തോമസ് അച്ഛൻ, സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, അച്ഛൻ്റെ പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, നമ്മുടെ പ്രിയങ്കരനായ മനോജ് ചെറിയച്ഛൻ പറയുകയുണ്ടായി, നമ്മുടെ ഇടവകയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു വൈദികൻ ഇവിടെ വെച്ച് അഭിഷിക്തനാകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ആ സന്തോഷത്തിന്റെ ഒരു അവസരമാണ്. പ്രത്യേകിച്ച് അട്ടങ്ങാനം ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്ന് ഒന്നൊരു ദശയിലേക്ക് വന്നപ്പോൾ അതിനു മുമ്പ് ഇവിടെ ഒന്ന് താമസിച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഓർക്കുന്നുണ്ട്. എനിക്ക് വേറെ സന്തോഷമുണ്ട് ഇവിടെ വരാനും ഈ പട്ടം ശുശ്രൂഷ നൽകുവാനും സാധിച്ചത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും നാമത്തിൽ തോമസിന്റെ വക അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു വലിയ വിദ്യാർത്ഥി സാധാരണ നിലയിൽ 10ാം ക്ലാസ് കഴിയുമ്പോഴാണ് സെമിനാരിൽ പ്രവേശിക്കുന്നത്. പക്ഷെ അവർക്ക് ദൈവവിളി കിട്ടുന്നത് അവർക്ക് ഏറെ മുമ്പാണ്. സാധാരണ നിലയിൽ വളരെ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു വൈദികനാകണമെന്നോ സിസ്റ്ററാകണമെന്നോ ചിന്ത തോന്നാറുണ്ട്. അത് ദൈവം കൊടുക്കുന്ന ഒരു ചിന്തയാണ് അന്നേ ചെറുപ്പത്തിൽ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവം ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കാര്യം. തനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ ഒരു മനസ്സിലേക്ക് ഒരു വൈദികനാകാനുള്ള പ്രചോദനം ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അത് ചിലപ്പോൾ തിരിച്ചറിവിന്റെ പ്രായത്തില് 4ാം ക്ലാസ്സിലും 5ലും ഒക്കെ തുടങ്ങും. ഞാൻ തോമസിനോട് ചോദിച്ചു, അച്ഛൻ എന്നാ സെമിനാരിൽ പോകാൻ ആഗ്രഹം തോന്നിയത്? അച്ഛൻ പറഞ്ഞു, ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണുള്ളത്. എന്തുകൊണ്ടാണ് തോന്നി ചോദിച്ചു. പറഞ്ഞു, അന്ന് സ്കൂളിൽ പഠിപ്പിച്ചിരുന്നിരുന്ന ഒരു ടീച്ചർ നീ അച്ഛനാകാൻ പോയി പൊക്കോ, പോയി നോക്കാൻ പറഞ്ഞു. പോയിട്ട് ഇഷ്ടപ്പെട്ടില്ലേ തിരിച്ചു പോലെ അടിയോട് നിന്ന് പഠിക്കാനോ എന്ന് പറഞ്ഞു. അപ്പൊ അട്ടങ്ങാനം ഹൈസ്കൂളിലെ അച്ഛന്റെ ക്ലാസ്സിൽ ആകെ കത്തോലിക്കനായിട്ട് അച്ഛനുണ്ടായിരുന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു ടീച്ചറിന്റെ ചോദ്യവും പ്രചോദനമൊക്കെ കാരണമായി ചിന്തിക്കാം. പക്ഷെ ദൈവം സ്നേഹിച്ചതുകൊണ്ടാണ് തോമസിനെ വിളിച്ചത്. തോമസിന്റെ ഉള്ളിൽ ആ ചിന്ത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാൻ സാധിച്ചത്. അപ്പൊ അന്ന് മുതൽ തുടങ്ങിയ ആ ചിന്ത മനസ്സിൽ സൂക്ഷിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സെമിനാരിൽ പോകാൻ തീരുമാനിച്ചു. IMSലേക്ക് പോയതാണ് ഞാൻ ചോദിച്ചത്. ജോലി വാരണാസിയിലൊക്കെ പോകണം, ഇവിടേക്ക് ഇഷ്ടംപോലെ ആ വൈദികർക്ക് വേണ്ടപ്പോൾ. പക്ഷെ അത് ഒരു IMSലെ അച്ഛനോട് പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പോയത്. അങ്ങനെയാണ് പലരും ഓരോ സഭയിലേക്ക് പോകാൻ കാരണം. എന്തായാലും അത് ദൈവം കൊടുത്ത വിളിയാണ്. ഒരു സന്യാസ വൈദികനാകാനുള്ള വിളി ദൈവം കൊടുത്താണ്. അത് കഴിഞ്ഞ് സെമിനാരിൽ പോയി. നമുക്കറിയാം, അച്ഛൻ 13 വർഷം സെമിനാരിൽ പഠിച്ചു. സാധാരണ നിലയില് 10ാം ക്ലാസ് കഴിഞ്ഞ് പോയാൽ ഒരു 3 വർഷം മൈനസ് സെമിനാരി എന്ന് പറയുന്ന സ്ഥലത്ത് പഠിക്കണം. 1ാം വർഷം ഭാഷ പഠിക്കലും എല്ലാത്തിനുള്ള ആമുഖങ്ങളാണ് പഠിക്കുന്നത്. ആത്മീയ ജീവിതത്തിലും ബൈബിളിലും ഒക്കെ ആമുഖമായിട്ട് പോകും. 2-3 വർഷങ്ങളില് +1 +2 ക്ലാസ്സുകളാണ് നടക്കുന്നത്. അങ്ങനെ 3 വർഷം മൈനസ് പൂർത്തീകരിച്ച് ചെയ്യുമ്പോൾ
സന്യാസികളാണെങ്കിൽ നൊവിഷ്യേറ്റിന് പോകും. ചിലർക്ക് 1 കൊല്ലമാകാം, ചിലർക്ക് 2 കൊല്ലം. ഇവർക്ക് 2 കൊല്ലം ഉണ്ടായിരുന്നാണ് നൊവിഷ്യേറ്റ്. അത് പ്രാർത്ഥനയുടെ വർഷങ്ങളാണ്. ആ വിവിധങ്ങളായ പ്രാർത്ഥനാ രീതികൾ പരിശീലിക്കുന്നു, ധ്യാനങ്ങൾ അഭ്യസിക്കുന്നു. അങ്ങനെ സർക്കാരിനോട് ചേർന്ന് നിന്ന് നന്നായി പ്രാർത്ഥിക്കാനും പിന്നീട് മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനുള്ള പരിശീലനം ലഭിക്കുകയാണ്. അപ്പൊ 5 വർഷമായി. അതിനുശേഷം 3 വർഷത്തെ തത്വശാസ്ത്ര പഠനം ഒപ്പം ഡിഗ്രി പഠനങ്ങൾ ഒരുമിച്ചാണ് നടത്തിയത്. അപ്പോ അത് അവരുടെ വാരണാസിയിലുള്ള ഫിലോസഫി കേന്ദ്രത്തിൽ വെച്ച് നടത്തി. അപ്പൊ നമുക്കറിയുമ്പോ 8 വർഷമായി. പിന്നീട് ജൈവശാസ്ത്രം റീജൻസി സാധാരണ പരിശീലനത്തിനായിട്ട് എവിടെയെങ്കിലും 1 വർഷം നിൽക്കണം. അപ്പൊ 9 വർഷമായി. പിന്നീട് 4 വർഷത്തെ തിയോളജി 9, 4, 13 വർഷമാണ് സാധാരണ. ഇതിനെക്കുറിച്ചോടെ കൂടുതൽ പറയാൻ പോകുന്നില്ല. നമുക്കറിയാൻ സാധിക്കും. കാരണം ഇപ്പോൾ ഫിലോസഫിയും ഡിഗ്രി പഠനവും വേർപെടുത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇത്രയും നീണ്ട വർഷങ്ങൾ ഒരു പരിശീലനം ഒരു വൈദികൻ കൊടുക്കുന്നത്? കാരണം വൈദികൻ ജനത്തിന് നേതൃത്വം കൊടുക്കാൻ നിയോഗിക്കപ്പെടുന്നവരാണ്. നന്ദി പറയാൻ തോമസിന് ഏതായാലും 13 വർഷങ്ങൾ പിന്നിട്ട് വൈദികനായി കീർത്തിരിക്കുകയാണ്. അപ്പൊ ഇത്ര ദീർഘനാളത്തെ പരിശീലനം നല്ല പരിശീലനം കിട്ടിയിരിക്കുന്നു. അപ്പൊ എല്ലാ വിധത്തിലുള്ള പരിശീലനങ്ങള്, ആത്മീയ ജീവിതത്തിലുള്ള പരിശീലനങ്ങള്, വിശുദ്ധിയുള്ള പരിശീലനം, പ്രാർത്ഥന ജീവിതത്തിന് നല്ല ഒരു മനുഷ്യത്വത്തിന് വേണ്ട ഗുണങ്ങള്, മനുഷ്യർക്ക് സേവനം ചെയ്യാനുള്ള സന്നദ്ധത, ഇതൊക്കെ ഈ കാലഘട്ടങ്ങളിലൂടെ അച്ഛൻ സ്വന്തമാക്കിയായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരെയും അഭിനന്ദനം തോമസ് അച്ഛൻ അർഹിക്കുന്നു. അതോടൊപ്പം അച്ഛൻ ആശംസകൾ നേരുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ തോമസ് അച്ഛൻ വൈദികനായി തീർന്നതിന് നമ്മളെല്ലാവരും അച്ഛനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന അച്ഛന്റെ അപ്പച്ചനും അമ്മച്ചുമാണ്, വെല്ലുവിളിയും കൂടെയുണ്ട്. അവരുടെ നിരന്തരമായ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഈ അപ്പച്ചനും അമ്മച്ചൊക്കെ എത്രയോ ത്യാഗങ്ങൾ ഇതിനുവേണ്ടി ചെയ്തിട്ടുണ്ടാകും. അവരെ മകന്റെ പഠനത്തിൽ സാമ്പത്തികമായി സഹായിക്കുക മാത്രമല്ല, പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ത്യാഗപ്രവൃത്തിയിലൂടെയും എല്ലാം ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഒരു വൈദികനെ, ഒരു ജന്മം നൽകി വളർത്തിക്കൊണ്ട് വരുന്ന ഒരു വ്യക്തിയെ, ഒരു കുട്ടിയെ വൈദിക ജീവിതത്തെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിശ്വാസമുള്ള മാതാപിതാക്കൾക്ക് സാധിക്കുള്ളൂ. വൈദിക ജീവിതത്തെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവർക്ക് അങ്ങോട്ട് കുട്ടിയെ കൊടുക്കാൻ തോന്നുന്നുള്ളൂ. ആ സമർപ്പണ ജീവിതത്തെ കാര്യം അങ്ങനെയാണ്. സന്യാസ ജീവിതത്തേക്കും ആ ജീവിതങ്ങളെ ആദരിക്കുന്ന തങ്ങളുടെ മക്കളെ പ്രേരിപ്പിക്കുകയുള്ളൂ. അവർ തീർച്ചയായിട്ടും ഈ അപ്പച്ചനും അമ്മച്ചയും അതിൽ സന്മനസ് കാണിച്ചു, പ്രേരിപ്പിച്ചു, പറഞ്ഞു വിട്ടു. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അഭിമാനിക്കാൻ അവസരമുണ്ട്. നിങ്ങളെ ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു. എല്ലാവരുടെയും നാമത്തിലുള്ള അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാം. നാളിതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇനിയുള്ള കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുക ചെയ്യുന്നു. അച്ഛൻ തോമസ് അച്ഛൻ വൈദികനായി നമ്മുടെ കൂടെ ആയിരിക്കുകയാണ്. അച്ഛൻ ഈ ആദ്യം കുർബാന അർപ്പിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഈ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം നിരന്തരമായിട്ട്. ഒരു IMS വൈദികൻ എന്നതിൽ അച്ഛൻ എവിടെ വേണമെങ്കിലും അപ്പോൾ ചെയ്യപ്പെടാം. എങ്ങോട്ടാണെന്ന് അവർ പ്രോത്സാഹനത്തിന് തീരുമാനം ചെയ്തത്. തലശ്ശേരി വൈദ്യുതി തലശ്ശേരിക്കുള്ളിൽ നിൽക്കുന്ന പറയാം. പക്ഷേ ഈ അച്ഛൻ എങ്ങോട്ടൊക്കെ പോകുന്ന കാര്യമുണ്ട്. നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ആകാം, ലോകത്തിൽ എവിടെയും അപ്പോൾ ചെയ്യപ്പെടാം. എവിടെ പോയാലും ക്ലേശം നിറഞ്ഞ ജീവിതമാണ്. നമുക്കറിയാമല്ലോ, അത് റോമിന്റെ കാര്യമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ബുദ്ധിബന്ധങ്ങളും പ്രയാസങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥന അച്ഛന് തുണയായിരിക്കണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കണം, അച്ഛനെ പ്രാർത്ഥിക്കണം. ഇന്ന് ഈ അച്ഛൻ വൈദികനായി നിൽക്കുമ്പോൾ അച്ഛന് 3 ദൗത്യം പ്രധാനമായിട്ട് നിർവഹിക്കാനുള്ളത് സൂചിപ്പിക്കുക മാത്രം. ഒന്ന്, കർത്താവിന്റെ വചനം പ്രഘോഷിക്കുക. അതിനായിട്ടുള്ള സുവിശേഷം ഏൽപ്പിച്ചത്. സുവിശേഷം അച്ഛന്റെ ജീവിത ശക്തിയായിരിക്കണം. അച്ഛന്റെ ജീവിത വഴിയിലുള്ള പ്രകാശമായിരിക്കണം. അച്ഛൻ എപ്പോഴും വഴിയും സത്യവും ജീവനുമായ ഈശോയെ പ്രഘോഷിക്കണം. അത് അവസാനം വരെ ചെയ്യാനാണ്. അവസാനം മരിച്ച് അടക്കാൻ വരുമ്പോൾ സുവിശേഷവായന കഴിഞ്ഞിട്ട് മെത്രാനച്ഛന് ഒരു വൈദികനെ കൊണ്ടുപോയി, ഒരു വൈദികൻ ആ മരിച്ചു കിടക്കുന്ന വൈദികനെ സുവിശേഷം ചുംബിപ്പിക്കുന്നവരാണ്. സുവിശേഷത്തോട് വിട പറയുക. അപ്പോ പൗരോഹിത്യ ധർമ്മത്തിൽ ഏറ്റെടുത്ത ആ ദൗത്യം ജീവിതത്തിൽ ഉടനീളം ചെയ്ത് അവസാനം ഗ്രന്ഥത്തോട് സുവിശേഷത്തോട് വിട പറഞ്ഞു പോകേണ്ടവനാണ്. അങ്ങനെ പറയുന്നത്. ഒന്നാമത് ചിലപ്പോൾ വചനം വായിക്കണം, പഠിക്കണം, വചനം പ്രഘോഷിക്കണം. പരിസ്ഥിതിക്ക് വളരെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഓരോ വൈദികനും നന്നായി ഒരുങ്ങി വചനം പറയുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, അച്ഛൻ കൂതാശ പരിഗണന ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെടുക. രണ്ടാമത്തെ കൈപ്രാർത്ഥനയെ നിങ്ങൾ കണ്ടല്ലോ, ഓരോന്നും എടുത്തു പറഞ്ഞ പത്രം കൊടുത്തിരിക്കുന്നു. ഇനി മുതൽ അച്ഛൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൈവച്ച് പ്രാർത്ഥിക്കുക, ധൈര്യമായിട്ട് പ്രാർത്ഥിക്കുക, പേടിക്കൊന്നും വേണ്ട. തമ്പുരാന്റെ കൃപ അച്ഛനെ കിട്ടും, അച്ഛനിലൂടെ മറ്റുള്ളവർക്ക് കിട്ടും. അച്ഛൻ പ്രാർത്ഥിക്കുന്ന രോഗികൾക്ക് സൗഖ്യം കിട്ടും, ആശ്വാസം കിട്ടും. അതുപോലെ വിവാഹം ആശ്വസിക്കാനും പാപം മോചിക്കാനുമുള്ള എല്ലാ അധികാരവും അച്ഛന് കൊടുത്തിരിക്കുക. കൂതാശകൾ പരിഗണന ചെയ്യുന്നു. പക്ഷേ കൂതാശകൾ പരിഗണന ചെയ്യുമ്പോൾ അതെല്ലാം വിശുദ്ധിയോടുകൂടെ ചെയ്യേണ്ടത്. അപ്പൊ വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ അച്ഛൻ ശ്രദ്ധിക്കണം. എപ്പോഴും എല്ലാ ദിവസവും
താൻ തന്നെ വിശദീകരിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതോട് മൂന്നാമതായിട്ട് അച്ഛൻ നിയോഗിക്കപ്പെടുന്നത് നല്ല ഇടയനായി ഈശോയെ. നമ്മുടെ യോഹന്നാൻ സുവിശേഷം 10-ാം വായിച്ചത് ഈശോ പറയും, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇനി മുതൽ ഈ തോമസ് അച്ഛൻ വെള്ളപ്രാക്കൽ കുടുംബത്തിന്റെ വകയാണെന്ന് പറഞ്ഞിരിക്കാൻ പറ്റും. ശരിയാണ്, വെള്ളപ്രാക്കലെ ചേച്ചിയൊക്കെ സ്വന്തം മകനാണ്. പക്ഷെ ഇനിയിപ്പോ പൊതു മുതലാണ്, സഭയുടെ മുതലായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ജീവിക്കാണ്. പ്രത്യേകിച്ച് നോർത്തിന്ത്യയിലൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത്, കഷ്ടപ്പെടുത്തിയൊക്കെ വല്ലപ്പോഴും അവധിക്കാലത്തൊക്കെ വരുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാല് സഭയ്ക്കായി വിട്ടുകൊടുത്തിരിക്കുകയാണ്. പക്ഷെ ഓർക്കണം, പ്രാർത്ഥിക്കണം. ഇനി മുതൽ അച്ഛൻ ശുശ്രൂഷകനായി തീരുകയാണ്. യേശുവിനെ പോലെ ഇടയനാകുക എന്ന് പറഞ്ഞാൽ ആ ശുശ്രൂഷയാണ്. ആളുകളെ അറിഞ്ഞ് സ്നേഹിച്ച് അവരെ പെരുകി വിളിച്ച് വേണ്ടി വന്നാൽ അവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ തയ്യാറാകുന്ന ഒരു ഇടയനായി തീരാനുള്ള ഇതാണ് അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, അച്ഛൻ നമ്മുടെ പ്രാർത്ഥന വേണം. അത് നമ്മൾ നിരന്തരം ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ അച്ഛന്റെ കാലുകൾ ഇടറിപ്പോകാൻ പാടില്ല, കൈകൾക്ക് ബലം കുറയാൻ പാടില്ല. ആത്മാവിനും മനസ്സിലൊക്കെ ശക്തി എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം. എന്തെല്ലാം എതിർപ്പുകളും പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ഇതൊക്കെ ഉണ്ടാവും മനുഷ്യൻ എന്ന നിലയിൽ. അപ്പോഴൊക്കെ പിടിച്ചു നിന്ന് മുന്നേറണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അച്ഛൻ നിരന്തരം വേണം. അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അച്ഛൻ ഇന്ന് വൈദികനായെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ഒരു വിഷയം അമ്മയായിരുന്നു. പക്ഷെ ഈ അച്ഛനെ എന്നും കാത്തു സൂക്ഷിച്ചിട്ടുള്ളത് പരിശുദ്ധ കന്യാമറിയമാണ്, പരിശുദ്ധ അമ്മയാണ്. ഇനി മുതൽ ഈ തോമസ് അച്ഛൻ ആ അമ്മയുടെ മകനാണ്. അതുകൊണ്ട് അമ്മ ഈ അച്ഛനെ തീർച്ചയായും കാത്തോളും സംരക്ഷിച്ചോളും. അമ്മയുടെ കരങ്ങളിലേക്ക് ഈ അച്ഛനെ ഏൽപ്പിച്ചു കൊടുക്കാം. അച്ഛനോട് പ്രാർത്ഥിക്കണമെന്ന് പറയാം. നമുക്ക് ഈ നമ്മുടെ ഇടവകയെ ഓർക്കാം. തെങ്ങാന ഇടവക മനോജനെ ഇവിടെ വന്ന് നന്നായി പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കുന്നു. അച്ഛൻ സാറ് പട്ട ശുശ്രൂഷയ്ക്ക് ഒത്തിരി കമന്റ് പറയുന്നതാണ്. ഇവിടെ അച്ഛനായിരിക്കും വിചാരിച്ചെങ്കിൽ ഇവിടെ നമ്മുടെ പറഞ്ഞത് സന്തോഷം. ഈ ഇടവകയെ പ്രത്യേകിച്ച് ഓർക്കുന്നു. ഇടവക്കാരെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ജോഷിച്ചനോട് പറഞ്ഞ് ധാരാളം അയക്കാർ ഞങ്ങളുടെ ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളൊക്കെ ദേവാലയത്തിൽ കാണുമെന്ന് എന്നോട് പറയുന്നത്. അപ്പൊ എല്ലാവരും വന്നു ചേർന്നതിൽ അതിയായ സന്തോഷം അറിയിക്കുന്നു. ദൈവത്തിന് എല്ലാവരും അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. നന്ദി പറയാം. കൂടുതൽ ദൈവങ്ങളെ ഉണ്ടാകണം. നല്ല മാതാപിതാക്കളും നല്ല മക്കളും നല്ല വൈദികരും സമർപ്പിതരും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ രൂപതയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ ദൈവം. നമ്മുടെ ദൈവത്തിൽ പ്രോത്സാഹനത്തിന് വേണ്ടി നമ്മുടെ രൂപതയിൽ ധാരാളം വൈദികർ അധ്വാനിക്കുന്നുണ്ട്. ശരിക്കും ക്ലാസ്സുകൾ എടുക്കും. അവരുടെ സിസ്റ്റേഴ്സും നമ്മുടെ സാറുമാരും ടീച്ചർമാരും മറ്റു സഹോദരങ്ങളൊക്കെ സഹകരിച്ച് നന്നായി നേതൃത്വം കൊടുക്കുന്നതുകൊണ്ടാണ് ദൈവം ഇവർക്ക് തുറന്നു പോകണമെന്ന കാര്യം ഓർത്താൽ മതി. ദൈവത്തിന്റെ കാര്യം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നിന്റെ പുരോഹിതദാസരെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. നിത്യപുരോഹിതനീശോയേ, നിന്റെ പുരോഹിതദാസരെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. വദനം ഭാസുരമാക്കണമേ. ദൈവിക കാന്തി നിറച്ചെന്നും വദനം ഭാസുരമാക്കണമേ. നിത്യപുരോഹിതനീശോയേ, നിന്റെ പുരോഹിതദാസരെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ.
പകരണമേ. ദൈവിക രാജ്യം സ്ഥാപിക്കാൻ നിത്യം തീക്ഷ്ണത പകരണമേ. എല്ലാവർക്കും എല്ലാമായി തീരാൻ ഇവരെ ഒരുക്കണമേ. എല്ലാവർക്കും എല്ലാമായി തീരാൻ ഇവരെ ഒരുക്കണമേ. ശുശ്രൂഷയ്ക്കായി നേദിച്ച ജന്മം വിൺമുടി ചൂടട്ടെ. ശുശ്രൂഷയ്ക്കായി നീതിച്ച ജന്മം വിൺമുടി ചൂടട്ടെ. നിത്യപുരോഹിതനീശോയേ, നിന്റെ പുരോഹിതദാസരനെ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലനായി കാക്കണമേ. 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 വിശ്വമിശായി ഏറ്റവും സ്നേഹം നിറഞ്ഞ അഭിമന്യ പിതാവെ, പ്രിയപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, രക്തപിതാധികളെ, കുഞ്ഞുമക്കളെ, ഹൃദയത്തിൽ ഒരുപാട് ആനന്ദവും നന്ദി നിറഞ്ഞ മനസ്സോടുമാണ് പുരോഹിതനായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പൗരോഹിത്യം സ്വീകരിക്കുന്നതിന്റെ നാൾ വഴികളിൽ ഇന്നോളം എന്നെ സഹായിച്ച, പ്രോത്സാഹിപ്പിച്ച, വളർത്തിയ എല്ലാ നല്ല മനസ്സുകളെയും ഞാൻ ഈ അത്താഴയോട് ചേർത്ത് നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. ഇന്ത്യൻ മിഷണറി സൊസൈറ്റിയുടെ ഭാഗമായ ഞാൻ എന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുന്നു. എന്നും ദൈവഹിതം നിറവേറ്റാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. പൗരോഹിത്യത്തിലേക്ക് എന്നെ ഉയർത്തിയ നമ്മുടെ തലശ്ശേരി അധിപതിയുടെ പിതാവ് മാർ ഞാതക്കാട് മെത്രാപ്പോലീത്തയെ ഏറെ നന്ദിയോടെ അനുസ്മരിക്കുന്നു. പിതാവിന്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്. IMS ഞാൻ ചേർന്ന മുതൽ സുപ്പീരിയർ ജനറൽമാരായിരുന്ന ഫാദർ ജോസഫ് സത്യാനന്ദ്, ഫാദർ സുഭാഷ് IMS, ഇപ്പോൾ സുപ്പീരിയർ ജനറൽ ആയിരിക്കുന്ന ഫാദർ മഹേന്ദ്ര പോളിനെയും ഒരുപാട് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. എന്റെ പ്രൊമിഷന്മാരായിരുന്ന ഫാദർ രാജീവ് പോൾ, ഫാദർ പ്രസന്നരാജ്, ഫാദർ ദിനേഷ് എന്നിവരെയും ഇപ്പോൾ പ്രൊവിൻഷ്യലായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ അരുണിനെയും ഹൃദയം നിറയെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഒപ്പം IMSലേക്ക് എന്നെ ക്ഷണിച്ച ഫാദർ അമൽദാസിനെയും നന്ദിയോടെ അനുസ്മരിക്കുന്നു. സെമിനാരി പരിശീലനത്തിന്റെ നീണ്ട 13 വർഷത്തിൽ എന്നെ ഒരു പുരോഹിതനായി രൂപപ്പെടുത്തുന്നതിൽ ഏറെ സഹായിച്ചവരാണ് എൻ്റെ വൈദിക ഗുരുക്കന്മാർ. വളരെ പ്രത്യേകമായി മൈനർ സെമിനാരിയുടെ റെക്ടർമാരായിരുന്ന ഫാദർ നൂതൻ IMSനെയും ഫാദർ സുശീൽ IMSനെയും, പ്രീ നോവിഷ്യത്തിലെ റെക്ടർ ആയിരുന്ന ഫാദർ വിനീത് രാജിനെയും, നോവിഷ്യത്തിലെ എൻ്റെ സുപ്പീരിയർ ആയിരുന്ന ഫാദർ ഈശ്വരാനന്ദിനെയും, നോവിസ് മാസ്റ്റർ ആയിരുന്ന ഫാദർ സ്നേഹാനന്ദിനെയും ഈ വേദിയിൽ നന്ദിയോടെ ഓർക്കുന്നു. എന്റെ തത്വശാസ്ത്ര പഠന കാലത്തെ റെക്ടർ ആയിരുന്ന ഫാദർ പ്രേമാഞ്ജലിയെയും, ദൈവശാസ്ത്ര പരിശീലനം നൽകുവാൻ നേതൃത്വം നൽകിയ റെക്ടർമാരായിരുന്ന ഫാദർ ജയന്ത് IMSനെയും ഫാദർ യശുദീപ് IMSനെയും ഹൃദയപൂർവ്വം ഞാൻ എൻ്റെ നന്ദി അർപ്പിക്കുന്നു. ദൈനംദിന മിനിസ്ട്രി കാലത്തിൽ എനിക്ക് ഏറെ അവസരങ്ങൾ നൽകി വളർത്തിയ സുപ്പീരിയേഴ്സ് ഫാദർ ഗൗതം IMS, ഫാദർ രൂപക് IMSനെയും സ്നേഹപൂർവ്വം ഞാൻ ഈ വെളിവിടത്തിൽ ഓർക്കുകയാണ്. ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഗവൺമെന്റ് UP സ്കൂൾ അടയങ്ങാനം
ഗവൺമെന്റ് ഹൈസ്കൂൾ അട്ടയങ്ങാൻ എന്നിവിടങ്ങളിലെ എല്ലാ അധ്യാപകരെയും വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഒപ്പം +2 പഠനം പൂർത്തിയാക്കിയ സെന്റ് ചാൾസ് കോളേജ് മീററ്റ്, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ വാരണാസിയിലെ കാശി വിദ്യാപീഠ് എന്നിവിടങ്ങളിലെ എല്ലാവരെയും ഓർക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എനിക്ക് വിശ്വാസ പരിശീലനം തന്ന ഒടയച്ച കരുണാപുരം ഇടവകയിലെ എല്ലാ മതാധ്യാപകരെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഹൃദയം നിറയെ നന്ദിയോടെയാണ് നമ്മുടെ ഇടവകയിലെ വികാരിമാരായിരുന്ന സെബാസ്റ്റ്യൻ അച്ഛനെയും ബിജു അച്ഛനെയും വർഗീസ് അച്ഛനെയും അജി അച്ഛനെയും മാത്യു അച്ഛനെയും ഓർക്കുന്നത്. അവരുടെ മാതൃക എനിക്ക് എപ്പോഴും പ്രോത്സാഹനമായി തീർന്നിട്ടുണ്ട്. നമ്മുടെ ഇടവകയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ST സന്യാസ സമൂഹത്തിലെ എല്ലാ നല്ലവരായ സഹോദരിമാരെയും വളരെ പ്രത്യേകമായി സിസ്റ്റർ ആൽഫ്രഡ്, സിസ്റ്റർ രമ്യ, സിസ്റ്റർ സെൻസി മറിയ എന്നിവരെയും വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഇന്ന് സംഗീതരായിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എന്റെ തിരുപ്പട്ട സ്വീകരണത്തിനായി ഒത്തിരി അധ്വാനിക്കുകയും ഏർപ്പെടുകയും ചെയ്ത നമ്മുടെ ഇടവകയിലെ കൈക്കാരന്മാരായ ചേട്ടനും തങ്കച്ചൻ ചേട്ടനും പ്രസാദ് ചേട്ടനെയും കോർഡിനേറ്റർ ആയ കുര്യാച്ചൻ ചേട്ടനെയും പാരി സെക്രട്ടറി ആയ ബാബു ചേട്ടനെയും കമ്മിറ്റി അംഗങ്ങളായ എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ വേദിയിൽ ഒത്തിരി നന്ദിയോടെ ഞാൻ അനുസ്മരിക്കുന്നു. അർത്താര ശുശ്രൂഷി ജിലാൻസിനെയും എല്ലാ അർത്താര ബാലന്മാരെയും നന്ദിയോടെ ഓർക്കുന്നു. തിരുപ്പട്ട ശുശ്രൂഷയിൽ സഹായിക്കാനായി എത്തിയ ഡീക്കൻ സിബിനും ഷിൻഡോയ്ക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. തിരുപ്പട്ടത്തിന്റെ ഗാന ശുശ്രൂഷ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഫാദർ ജിബിനച്ഛനും ടീമാംഗങ്ങൾക്കും ശുശ്രൂഷകൾക്ക് മനോഹരമായി കമന്ററി നൽകി എന്നെ സഹായിച്ച അഞ്ജലി അച്ഛനെയും ഞാൻ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. ദേവാലയം മനോഹരമായി അലങ്കരിക്കുന്നതിനായി സഹായിച്ച സിസ്റ്റേഴ്സും സിറിക്കും റെജിച്ചേട്ടനും റീനയ്ക്കും മറ്റെല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ സംഗീത സഹായവും ശബ്ദവും ക്രമീകരിച്ച CC ലൈറ്റ് സൗണ്ടിനും വളരെ അധ്വാനിച്ച് താല്പര്യപൂർവ്വം ഭക്ഷണം ക്രമീകരിച്ച ജോലിച്ചേട്ടനും സഹായിച്ച എല്ലാ മനസ്സുകൾക്കും ആത്മാർത്ഥതയോടെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്ന ഒത്തിരിയേറെ നല്ല മനസ്സുകൾ ഇനിയുമുണ്ട്. ഇന്നത്തെ ശുശ്രൂഷകൾക്ക് ആർച്ച് ഡീക്കനായി സഹായിച്ച ഫാദർ രമേഷ് IMSനെയും ആന്റണി അച്ഛനെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ്. ഇന്നിവിടെ സംഗീതമായിട്ടുള്ള എല്ലാ വൈദികരെയും ഞാൻ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി എന്ന വാക്കുകൊണ്ട് പറഞ്ഞ് അവസാനിക്കുന്നതല്ല ഇപ്പോൾ എൻ്റെ വികാരം. ജന്മം നിന്ന് വളർത്തിയ എൻ്റെ മമ്മിയെയും പപ്പായെയും സഹോദരനായ ജോബിയെയും ജിജി ചേച്ചിയെയും സഹോദരിയായ ജോബി ചേച്ചിയും അളിയൻ ജിലിനെയും മരണം വരെ എൻ്റെ പ്രാർത്ഥന ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എന്നും എന്നോടൊപ്പമുള്ള എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളും ബന്ധുമിത്രങ്ങൾക്കും ആത്മാർത്ഥതയോടെ നന്ദി പറയുന്നു. എൻ്റെ പ്രാർത്ഥനകൾ നിങ്ങൾ എല്ലാവർക്കും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. വളരെ പ്രത്യേകമായി ഞാൻ ഒരു പുരോഹിതനായി കാണുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട വല്യമ്മച്ചിയെ ഈ വേദിയിൽ ഓർക്കുന്നു. കുടുംബത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്നു. തിരുപ്പട്ട സ്വീകരണത്തിൻ്റെയും ബലിയർപ്പണത്തിൻ്റെയും എന്നെ സഹായിച്ച ഡീക്കൻ സുനീഷിനും ബ്രദർ ജ്യോതിഷിനും ഒരുപാട് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത ഒരു വലിയ മനസ്സിന് ഉടമയാണ് നമ്മുടെ പ്രിയപ്പെട്ട വികാരി മനോജൻ. ഇവിടെ വന്ന നാൾ മുതൽ തിരുപ്പട്ടം സ്വീകരിക്കാനായി ആത്മീയവും ഭൗതികവുമായി ഇടവകയെ അണിയിച്ചെടുക്കുന്നതിൽ അച്ഛൻ വഹിച്ച പങ്ക് വലുതാണ്. കൂടെ നിർത്തി അക്ഷരങ്ങളും ആചാരങ്ങളും പഠിപ്പിക്കുകയും തിരുത്തലുകൾ നൽകി വളർത്തുകയും ഏറെ സ്നേഹിക്കുകയും ചെയ്ത മനോജന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. വൈദിക പരിശീലനത്തിന്റെ നാളുകളിൽ തന്നെ പ്രാർത്ഥനയാലും സാമ്പത്തികമായും സഹായിച്ച
ശ്രീയാതനെയും കുടുംബത്തെയും ജാൻസി അമ്മയെയും വളരെ സന്തോഷത്തോടെ ഓർക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുകയാണ്. പ്രാർത്ഥനയാലും പ്രോത്സാഹനങ്ങളിലും സ്നേഹപൂർവ്വം എന്നും എന്നോടൊപ്പമുള്ള ഇടവക ജനങ്ങൾക്ക് ഒരുപാട് നന്ദി അർപ്പിക്കുകയാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും പ്രാർത്ഥിച്ചവർക്കും സഹായിച്ചവർക്കും സന്നിധനായിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് തുടർന്നും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും എൻ്റെ പ്രാർത്ഥനകൾ നിങ്ങളോടുകൂടി ഉണ്ടാവും എന്ന് പ്രാർത്ഥന ചെയ്തുകൊണ്ടും